ഫ്രണ്ട്സ്, ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ നമുക്ക് ഇന്നൊരു സിമ്പിൾ ഫ്ലവർ പരിചയപ്പെടാം. റിബണും കൊണ്ട് സെറ്റ് ചെയ്ത വളരെ മനോഹരമായ ഒരു ഫ്ലവറാണിത്. ഈ ഫ്ലവറിന് വേണ്ടി നമ്മൾ റിബൺ ഏകദേശം ഒരേ വലിപ്പം അനുസരിച്ച് നമുക്കൊരു പൂവിൻ്റെ ഒരു വലിപ്പം അനുസരിച്ച് നമുക്ക് ഒത്തിരി ഏതെല്ലാം പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ എടുക്കുക. ഇത് ഞാനൊരു മീഡിയം ടൈപ്പിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്യുക. ഇത്രയും വലിപ്പം എടുത്തിട്ടുള്ളൂ ഈ ഫ്ലവറിന് വേണ്ടി. അതിനുശേഷം കെട്ടുകമ്പി എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് വളച്ചു. ഇത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മിഡിലിൽ കൂടി എൻഡ് വരെ ഇത് ഇതിനകത്തൂടെ കയറ്റി ഇറക്കി ഇങ്ങനെ വരുവാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് തയ്ച്ച് വേണേലും എടുക്കാം. പക്ഷേ അത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കിനും അതൊന്ന് കെട്ടി വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. അതിന് ഞാൻ ഈ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊരു സ്വല്പം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയതുകൊണ്ടും ഒന്നും ബുദ്ധിമുട്ട് വരത്തില്ല. നല്ല മിഡിൽ കൂടി വേണമെന്ന് തന്നെ പറയുന്നില്ല. ഇത് ഇതേപോലെ തന്നെ ഈ എൻഡ് വരെ കോർത്ത് വരിക. 1 മീറ്റർ റിബൺ മതി 2 ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. ഈ റിബൺ മുഴുവനും ഇതിനകത്ത് ഇതേപോലെ ഞാൻ കോർത്തു. അതിനുശേഷം അത് മേളിലോട്ട് കൊണ്ടുവന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പം ഇത് ഏകദേശം ഒരു ഷേപ്പായി ഒരു റോസ് ഫ്ലവറിൻ്റെ. ഇപ്പം ഷേപ്പ്ലെസ് ആണെങ്കിൽ നമ്മളെ എവിടെയാണോ റിബൺ പോരാഴിയുള്ളത് അതനുസരിച്ച് നമ്മളിവിടെ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ല അടിപൊളി ഒരു റോസ് ഫ്ലവറായിട്ട് വരും. നമ്മൾ തയ്ക്കുന്നത് പോലെ തന്നെ. ഇനി ഇത് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടി ഇത് ഇതേപോലെ പിടിച്ചിട്ട് ഒരു വയർ കൊണ്ട് ഒന്ന് നല്ലതായിട്ട് ടൈറ്റ് ആക്കുക. ഇതേപോലെ വയറെടുക്കുക. അതിൻ്റെ ഒരു പീസ് കൊണ്ടൊന്ന് ടൈറ്റ് ആക്കുക. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഏത് കളർ വേണേലും നമുക്ക് ചെയ്യാം. മിക്സഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ മിക്സഡ് കളറ്. എൻ്റെ ഗ്രീൻ ടേപ്പ് ചുറ്റുക. ഇതിന് ശേഷം ഇതിൽ ഒരു ലീഫ് ഇടുക. ഇതിന് ഞാൻ സെലക്ട് ചെയ്ത ലീഫ് ഇതാണ്. റോസ് ഫ്ലവറിൻ്റെ ലീഫ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്യുക. ഉണ്ടോ? ഇത് ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നുകിൽ ടൊയിൻ കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഈ കമ്പിയും കൊണ്ട്. ഈ കമ്പി നല്ലതാണ് നമുക്ക് ടൊയിന് പകരം പെട്ടെന്നൊന്ന് കെട്ടിയെടുക്കാനായിട്ട്. ഇതും കൊണ്ടൊന്ന് ചുറ്റിയിട്ട് ഗ്രീൻ ടേപ്പ് ഒന്നുകൂടെ ഒന്ന് ചുറ്റുക.
ഇതൊരു സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്കിൽ നമുക്ക് കൂടുതൽ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് വരാം. ഇത് ഞാൻ ഇതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. സ്റ്റിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ലതായിട്ട് അത് ഇരുന്നോളും. പിന്നെ സിംഗിളായിട്ട് സെറ്റ് ഓരോന്നോരോന്നെടുത്ത് അത് ഇല്ലാത്ത ഫില്ല് ചെയ്യുക, ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.